മാസം തികഞ്ഞ് ജനിച്ച എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചെയ്യുന്ന പൂർണ്ണ ആരോഗ്യവാന്മാരായ കുഞ്ഞുങ്ങളിൽ പോലും നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കണമെന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ മിക്ക പാരൻസും നമ്മളോട് ചോദിക്കും, ഡോക്ടറെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുഞ്ഞിനെ ICUലൊന്നും അഡ്മിറ്റ് ചെയ്തില്ലായിരുന്നു, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു, സുഖപ്രസവമായിരുന്നു, കുഞ്ഞിൻ്റെ വെയിറ്റും ഓക്കെ ആയിരുന്നു, കുഞ്ഞിന് മറ്റൊരു പ്രശ്നങ്ങളുമില്ല, പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇതുപോലെയുള്ള ഓരോ ഡ്രോപ്സുകളൊക്കെ എഴുതി തരുന്നതെന്നുള്ളൊരു ചോദ്യം നമ്മൾ കേട്ട് വരാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതാണെങ്കിലും കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആദ്യത്തെ ഒരു വയസ്സ് വരെ നമ്മൾ നിർബന്ധമായിട്ടും കുഞ്ഞിന് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മ കൊടുക്കുന്ന മുലപ്പാലിൽ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ അളവ് ഭയങ്കര കുറവാണ്. നമ്മൾ പഠനങ്ങളിൽ പറയുന്നത് അമ്മ 1 ലിറ്റർ മുലപ്പാലെടുത്താൽ പോലും ആ 1 ലിറ്ററിൽ പോലും വെറും 25 മുതൽ 50 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ മാത്രമേ വൈറ്റമിൻ ഡി ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു ദിവസം ആരോഗ്യവാനായിട്ടുള്ള മാസം തികഞ്ഞ് ജനിച്ച ഒരു കുഞ്ഞിന് ഒരു ദിവസം വേണ്ട മിനിമം വൈറ്റമിൻ ഡിയുടെ അളവെന്ന് പറയുന്നത് 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരമ്മ ഒരു ദിവസം 1 ലിറ്റർ പാല് കൊടുത്താൽ പോലും കുഞ്ഞിന് വേണ്ടത്ര വൈറ്റമിൻ ഡി അമ്മയിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ അമ്മ ഒരു ദിവസം 1 ലിറ്റർ പാല് കൊടുത്താൽ പോലും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ആ പാലിൽ നിന്ന് മാത്രം സഫീഷ്യൻ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കുഞ്ഞിന് വൈറ്റമിൻ ഡി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിന് പതിയെ കുഞ്ഞിൻ്റെ ബോണിൻ്റെ വളർച്ച കുറയും, വളർച്ച മുരടിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് ബോണിനൊക്കെ വളവുണ്ടാകും, കുഞ്ഞുങ്ങൾ നടക്കാനും ഇരിക്കാനും ഒക്കെ ലേറ്റാകും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ റിക്കറ്റ്സ് പോലെയുള്ള കണ്ടീഷൻസൊക്കെ കുഞ്ഞിന് വളർച്ച മുരടിപ്പൊക്കെ കുഞ്ഞിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും 1 വയസ്സ് വരെ എങ്കിലും നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കണമെന്ന് പറയുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള മാസം തികഞ്ഞ് ജനിച്ച കുഞ്ഞാണെങ്കിൽ നമ്മൾ 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഒരു ദിവസം കൊടുക്കാൻ പറയും. അഥവാ പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞാണെങ്കിൽ നമ്മൾ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചില സപ്ലിമെൻറ്റ്സ് വെറുതെ നമ്മൾ പേരിന് മാത്രമായിട്ട് കൊടുക്കുന്നതല്ല. കുഞ്ഞിന് ശരിക്കും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എന്തിനാണ് അനാവശ്യ മെഡിസിനൊക്കെ കൊടുക്കുന്നത്, ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഒക്കെ ഇല്ലേ എന്നൊന്നും വിചാരിച്ച് ഇതൊന്നും കൊടുക്കാണ്ടിരിക്കരുത്. അത് കൊടുക്കാണ്ടിരുന്നാൽ കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറായിട്ട് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് വരെ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി കൊടുക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.